ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ തുറന്ന ജാലകം എന്ന നോവലാണ്. അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അവൾ പുറത്തേക്ക് പോകാൻ വേഷം മാറി. ഫ്ലാറ്റ് പൂട്ടി ഹാൻഡ് ബാഗിൽ താക്കോല് വെച്ച് ലിഫ്റ്റ് വഴി താഴെയെത്തി. അല്പനേരം കഴിഞ്ഞപ്പോൾ സേതുമാധവൻ്റെ കാർ ഗേറ്റ് കടന്നു കയറി വന്നു. അവൾ വേഗം വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. കയറി മോളെ, ഗ്ലാസ് താഴ്ത്തി അയാൾ പറഞ്ഞു. ഗാഥ ഡോറ് തുറന്ന് അയാളുടെ അടുത്തിരുന്നു. കാർ മുന്നോട്ട് നീങ്ങി. അങ്കിളിനോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുമോ? അവൾ ചോദിച്ചു. ഇല്ല, പറയൂ. ഇന്നലെ അങ്കിളും അമ്മയും കൂടി കാറിൽ കയറി പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. സേതുമാധവൻ ഞെട്ടലോടെ മുഖം തിരിച്ച് ഗാഥയൊന്ന് നോക്കി. അധ്യായം 21. എന്താണ് മോളെ നീ പറഞ്ഞത്? വിശ്വാസം വരാതെ ഗാഥയുടെ മുഖത്തേക്ക് സേതുമാധവനൊന്ന് നോക്കി. അച്ഛനുണ്ടായിരുന്ന കാലത്ത് എവിടെ യാത്ര പോയാലും അമ്മയുടെ കൂടെ അച്ഛനും ഉണ്ടാവും. അച്ഛൻ പോയത് പിന്നെ എപ്പോഴും അമ്മ തനിച്ചായിരുന്നു, അവൾ പറഞ്ഞു. സേതുമാധവൻ പെട്ടെന്ന് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. പക്ഷെ അമ്മയെ ഹരിപ്പാട്ട് കൊണ്ടുവിടാൻ അങ്കിൾ പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ആ പഴയ കാലമൊക്കെ ഓർമ്മ വന്നു. ഇപ്പോൾ യാത്രകളിൽ ഞാനും ഒറ്റയ്ക്കാണ്. പക്ഷേ എൻ്റേത് മിക്കപ്പോഴും ബിസിനസ് യാത്രകളായതുകൊണ്ട് പ്രത്യേകിച്ച് ലോൺലെസ് ഒന്നും ഫീൽ ചെയ്യാറില്ല. പുരുഷന്മാരെ പോലെ അല്ലല്ലോ സ്ത്രീകൾ. നമ്മുടെ നാട്ടിൽ അവർക്കൊരു ആക്ടിവിറ്റീസ് കുറവാണ്. ഓഫീസ് വിട്ടാൽ വീട്, വീട് വിട്ടാൽ ഓഫീസ്. പുരുഷന്മാരെ പോലെ ഒരു സോഷ്യൽ ലൈഫ് അവർക്കില്ലല്ലോ, ഗാഥ പറഞ്ഞു. ശരിയാണ്, അയാളെ തലകുലുക്കി. അമ്മയുടെ ജീവിതത്തിലെ സന്തോഷം ഞാനാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് വേറൊരു സന്തോഷം കൂടി അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? കൗതുകത്തോടെ സേതുമാധവൻ ചോദിച്ചു. അത് വേറൊരാളാണ്, കുസൃതി ഒളിപ്പിച്ച് അവൾ പറഞ്ഞു. ആളോ? അതെ, സേതുമാധവൻ എന്നാണ് ആളുടെ പേര്. അത് കേട്ട് അയാൾ അറിയാതെ ചിരിച്ചുപോയി. ഇപ്പോൾ അമ്മ എന്നെ വിളിച്ചാൽ സേതുവങ്കളുടെ കാര്യം പറയാനേ നേരമുള്ളൂ. അത് പറയാതെ ഫോൺ വയ്ക്കാറില്ല. കാണുമ്പോഴും അങ്ങനെ തന്നെ. അങ്കിളിനെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും അമ്മയ്ക്ക് സന്തോഷം കൊടുക്കാറുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് മോളെ. ഒരു കാലത്ത് സുരഭി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. വിദ്യാർത്ഥികളായ ആ സമയത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത്. പക്ഷെ ജീവിതം ഗതിമാറി ഒഴുകുന്നത് പലപ്പോഴും നമ്മുടെ അനുവാദം ചോദിച്ചിട്ടായിരിക്കില്ലല്ലോ. ശരിയാണ്, കൈവിട്ടുപോയി എന്ന് കരുതിയിരുന്ന സ്നേഹം അപ്രതീക്ഷിതമായി തിരിച്ചു കിട്ടിയാലുള്ള ആ സന്തോഷമുണ്ടല്ലോ, വെറും സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ. ആ സൗഭാഗ്യം അതാണിപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്, ഡ്രൈവ് ചെയ്തുകൊണ്ട് അയാൾ പറഞ്ഞു. ഉള്ളിലുണ്ടായിരുന്ന ആനന്ദം സേതുമാധവൻ്റെ മുഖത്ത് ഗാഥയ്ക്ക് കാണാൻ കഴിഞ്ഞു. എനിക്കിപ്പോൾ സന്തോഷം ഒന്നല്ല, വൈശാഖയെ കൂടാതെ ഒരു മോളെ കൂടി കിട്ടിയിരിക്കുന്നു. ഒരിക്കലും ഇനി നടക്കില്ലെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണിത്. 2 മക്കൾ വേണമെന്നായിരുന്നു പണ്ടേ എനിക്ക് ഉണ്ടായിരുന്ന മോഹം. അങ്കിൾ, അറിയാതെ ഗാഥയുടെ കണ്ണുകൾ നിറഞ്ഞു. ഗാഥ മോളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇനി എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് ജനിക്കാതിരുന്ന മകളാണ് നീ. സുരഭിയുടെ വയറ്റിൽ ജനിച്ചത് കാരണം നീ എൻ്റെയും മകളാണ്, സേതുമാധവൻ പറഞ്ഞു. എനിക്കെൻ്റെ അച്ഛനെ തിരിച്ചു കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചോട്ടെ? ഗാഥ ചോദിച്ചു. നിശ്ചയമായും നീ എൻ്റെ മോളാണ്, ഞാൻ നിൻ്റെ അച്ഛനും. ഗാഥ നിർവൃതിയിൽ ലയിച്ച് ഒന്നും മിണ്ടാനാവാതെ ഇരുന്നു പോയി. സേതുമാധവനും ഏതോ ചിന്തയിലായിരുന്നു. അങ്കിൾ അങ്ങനെ പറഞ്ഞത് വെറുതെ ആയിരിക്കുമോ? അതോ മനസ്സിലെന്തെങ്കിലും? ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, ചൈത്രം. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നല്ല വെയിറ്റേറിയൻ ഊണ് കിട്ടും. നമുക്ക് അവിടേക്ക് പോയാലോ? പെട്ടെന്ന് അങ്കിൾ ചോദിച്ചു. പോകാം അങ്കിൾ, ഗാഥ പറഞ്ഞു. നോൺ വെജാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ വേറെ നോക്കാം. അല്ല അങ്കിൾ, നമുക്ക് ചൈത്രത്തിൽ പോകാം. അല്പദൂരം ചെന്നപ്പോൾ റോഡിൻ്റെ ഇടതുവശത്ത് 3 നിലകളുള്ള മനോഹരമായ ഒരു ഹോട്ടൽ കണ്ടു, ചൈത്രം. അതിൻ്റെ മുമ്പിൽ ചെന്ന് കാറ് നിന്നു. താഴത്തെ നിലയിലായിരുന്നു റെസ്റ്റോറൻറ്റ്. വിശാലമായ ഒരു ഹാള്. ജനാലയുടെ അടുത്തുള്ള ഇരിപ്പിടങ്ങളിൽ അവരടുത്തടുത്തിരുന്നു. നമുക്കൊരു സെൽഫി എടുത്താലോ? പെട്ടെന്ന് ഗാഥ ചോദിച്ചു. അതിനെന്താ, മോളെടുക്കൂ.
സന്തോഷത്തോടെ സേതുമാധവൻ സമ്മതിച്ചു. അവൾ അയാളോട് ചേർന്നിരുന്ന് 2-3 സെൽഫികളെടുത്തു. എന്നിട്ട് അയാളെ കാണിച്ചു. കൊള്ളാം, ഞാൻ നല്ല സുന്ദരനായിട്ടുണ്ട് ഫോട്ടോയിൽ, കളിയായിട്ട് അയാൾ പറഞ്ഞു. അപ്പം ഞാനോ? പരിഭവം നടിച്ച് അവൾ ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ ഗാഥമോൾ സുന്ദരിയല്ലേ? സുരഭിയുടെ മോൾക്ക് സൗന്ദര്യം ഇല്ലാതിരിക്കോ? എങ്കിൽ പറ, ആർക്കാണ് ഭംഗി കൂടുതൽ, എനിക്കോ അമ്മയ്ക്കോ? അതൊരു കുഴപ്പം പിടിച്ച ചോദ്യമാണല്ലോ. അയാൾ നിസ്സഹായത നടിച്ചു. അമ്മയ്ക്കാണ്, എനിക്കറിയാം, അവൾ പറഞ്ഞു. ആശ്വാസം, രക്ഷപ്പെട്ടു. 2 പേരും ചിരിച്ചു. അമ്മയെ ഞെട്ടിക്കാനാണ് ഞാനിത് അയച്ചു കൊടുക്കൂ, ഗാഥ പറഞ്ഞു. പാവാണ്, ഞെട്ടിക്കണ്ട. സത്യത്തിൽ ഞെട്ടലല്ല സംഭവിക്കാൻ പോകുന്നത്, അസൂയയായിരിക്കും. അതെന്തിന്? അത്ഭുതഭാവത്തിൽ അയാൾ ചോദിച്ചു. അമ്മയ്ക്ക് കിട്ടാത്ത സന്തോഷങ്ങൾ എനിക്ക് കിട്ടുന്നുമുണ്ട്. ഞങ്ങൾ ഫ്ലാറ്റിൽ വന്ന് എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം വാങ്ങിത്തരുന്നു. നമ്മൾ ഓരോരോ തമാശകൾ പറഞ്ഞു ചിരിക്കുന്നു, സെൽഫി എടുക്കുന്നു, അങ്ങനെ. അതിനെന്താ, ഒരു ദിവസം അമ്മയെ കൂടി കൂട്ടിയാൽ മതിയല്ലോ, അയാൾ പറഞ്ഞു. അതൊരു ഐഡിയ ആണ്. തളിര് പോലെയുള്ള വാഴയിലാണ് ചോറും കറിയും വിളമ്പിയത്. ഒരു നാടൻ സദ്യ. ഓണത്തിനും പെരുന്നാളിനുമൊക്കെ ഇത്ര സദ്യ കിട്ടാറുള്ളൂ, ഗാഥ പറഞ്ഞു. ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മുടെ കേരളീയ ഭക്ഷണം. നാവിലെ രുചിമുകളങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ക്രമത്തിലാണ് വിഭവങ്ങൾ വിളമ്പുന്നത്, സേതുമാധവൻ പറഞ്ഞു. എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല അങ്കിള്. സേതുമാധവൻ്റെ രസകരമായ സംസാരം കേട്ടുകൊണ്ടാണ് ഗാഥ ഭക്ഷണം കഴിച്ചത്. എത്ര വിരസമാണ് ഒറ്റയ്ക്കുള്ള ഭക്ഷണം കഴിക്കലെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്കിളുടെ ഓഫീസിലൊന്നും വരാൻ ഇതുവരെ കഴിഞ്ഞില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം വരൂ, ഫ്രണ്ട്സിനെയും കൂട്ടിക്കോ. രോഷ്നിയെയും ധന്യയുടെ കാര്യമാണ് അയാൾ ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഇപ്പോൾ വേറൊരാളെ കൂടി ചേർത്തിട്ടുണ്ട്, അവൾ പറഞ്ഞു. അതാരാണ്? ഒരു PG സ്റ്റുഡൻ്റാണ്, ഡോക്ടർ സൂരജ് കുമാർ. സൂരജിനെ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് അവൾ അയാളോട് പറഞ്ഞു. ചെറിയ വിവരണവും കൊടുത്തു. സൂരജിനെയും കൊണ്ടുവരൂ, എനിക്കും പരിചയപ്പെടാമല്ലോ. കുറച്ച് നാണം കുണുങ്ങിയാണ് ആൾ, എങ്കിലും ശ്രമിക്കാം. വിളിച്ചിട്ടേ വരാവൂ. അടുത്ത വീക്കെൻഡ് ഞാൻ ഓഫീസിൽ കാണില്ല, കന്യാകുമാരിയിലായിരിക്കും 2-3 ദിവസം. ഞങ്ങളും വരട്ടെ കന്യാകുമാരിയിൽ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എക്സ്കർഷന് പോയ ഓർമ്മയുള്ളൂ. വരൂ, ഫ്രൈഡേ ആണെങ്കിൽ എൻ്റെ കൂടെ പോകാം, അല്ലെങ്കിൽ 3 പേരും കൂടി വരേണ്ടി വരും, അയാൾ പറഞ്ഞു. ഞങ്ങൾ 4 പേര് വന്നാലോ, ഗാഥ ചോദിച്ചു. സൂരജ് വരുമോ? നോ പ്രോബ്ലം, 2 റൂംസ് നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. സൂരജല്ല, എൻ്റെ അമ്മ സുരഭി. വിശ്വാസം വരാതെ സേതുമാധവൻ അവളെ നോക്കി. വരുമോ സുരഭി? ചോദിച്ചു നോക്കാം. രാവിലെ വരണം, സൺസെറ്റ് കാണണം. പിറ്റേന്ന് പുലർച്ചെ സൂര്യോദയം കണ്ട് മടങ്ങാം. അവിടെ വേണ്ടുന്ന അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഞാൻ ചെയ്യും, അയാൾ പറഞ്ഞു. അങ്കിൾ അവിടെ ഉണ്ടല്ലോ. ആ ബലത്തിലാണ് ഞങ്ങൾ വരുന്നത്. അവർ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. കന്യാകുമാരിയിലേക്ക് സൂരജിനെ കൂടി കൊണ്ടുവരൂ. ഫ്രണ്ട്സിൽ നിന്നും ഒരാളെ മാത്രമായിട്ട് ഒഴിവാക്കണ്ട, സേതുമാധവൻ പറഞ്ഞു. അതിനു മുമ്പ് അങ്കിളിനെ സൂരജ് ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. അത് ശരിയാ, മുൻപരിചയമില്ലാത്ത ഒരാളിൻ്റെ ഗസ്റ്റാകാൻ സൂരജിന് ഒരു ഇൻഹിബിഷൻ ഫീൽ ചെയ്യും. അത് സ്വാഭാവികമാണ്, സേതുമാധവൻ പറഞ്ഞു. അയാൾ ഗാഥയെ തിരികെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് വിട്ടു. അവളോടൊപ്പം അയാളും കാറിൽ നിന്നിറങ്ങി. അങ്കിളിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അവൾ അയാളുടെ മുന്നിലേക്ക് ചെന്ന് മുഖത്തേക്ക് നോക്കി. എന്താണ് മോളെ? അമ്മയോടുണ്ടായിരുന്ന ആ പഴയ സ്നേഹത്തിന് ഇപ്പോഴും കുറവൊന്നും വന്നിട്ടില്ലെന്ന് അങ്ങനെയല്ലേ അങ്കിള് പറഞ്ഞത്? അതെ. അമ്മയെ അങ്കിളിന് വിവാഹം ചെയ്തൂടെ? 2 പേരും ഇപ്പോൾ ഫ്രീ ആണല്ലോ. അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് സേതുമാധവൻ ഒന്ന് പകച്ചു. സുരഭിക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? അമ്മയെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിനു മുമ്പ് അങ്കിളുടെ മനസ്സെനിക്കറിയണം. നിന്ന നിൽപ്പിൽ ഉത്തരം പറയാൻ പറ്റുന്നൊരു ചോദ്യമല്ലല്ലോ. ആലോചിക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പറയണമെന്നല്ല ഞാൻ. സാവകാശം ആലോചിച്ച് പറഞ്ഞാൽ മതി. ആൻസർ നെഗറ്റീവായാലും പോസിറ്റീവായാലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയും, ഗാഥ പറഞ്ഞു. ശരി, ഞാൻ വിളിക്കാം. സേതുമാധവൻ യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയി. ഗാഥ ആലോചനയോടെ ലിഫ്റ്റിന് നേരെ നടന്നു. കോളേജ് ക്യാൻറ്റീനിൽ നിന്നും സൂരജ് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ വിളി വന്നത്. നീ എവിടാ സൂരജ്? സുശീല ചോദിച്ചു.
കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്യും. വാർഡിലേക്ക് പോയാൽ സംസാരിക്കാനും പറ്റില്ല. ഞാൻ വെളിയിലാണമ്മേ. വെറുതെ വിളിച്ചാണ്. നീ ഈ ആഴ്ച വരുന്നുണ്ടോ ഇങ്ങോട്ട്? വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഈ വരുന്ന ആഴ്ച ഞാൻ വീട്ടിൽ കാണത്തില്ല. അത് പറയാനായിരുന്നു. എവിടെ പോകുന്നു? സൂരജ് തിരക്കി. ഞങ്ങൾ പൗർണമി കുടുംബശ്രീ യൂണിറ്റുകാർ എറണാകുളത്ത് പോകുന്നു. അവിടെ ഒരു TV ഷോയിൽ പങ്കെടുക്കാൻ. അയാൾക്ക് അത്ഭുതമായി. നിങ്ങൾക്കെന്ത് TV ഷോയാണ്? നിങ്ങൾക്ക് എന്താ അവതരിപ്പിക്കാനുള്ളത്? തിരുവാതിരക്കളിയോ? അത് സംഘനൃത്തമോ? പോടാ കളിയാക്കാതെ. TV ഒരു റിയാലിറ്റി ഷോയ്ക്ക് ഓഡിയൻസായിട്ടിരിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. യൂണിഫോം സാരി ആയിരിക്കും. മിനി ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൊള്ളാലോ. ഇനി പൗർണമിയിലെ ചേച്ചിമാരെല്ലാം TV സ്റ്റാറുകളായിരിക്കും. ടെലികാസ്റ്റ് ഡേറ്റ് എന്നായിരിക്കും എന്ന് ചോദിച്ചിട്ട് പറയണം. ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടോളാം. പറയാം. അതിരിക്കട്ടെ, നീ ആ കുട്ടിയെ കാണാറുണ്ടോ? സുശീല ചോദിച്ചു. ആരെക്കുറിച്ചാണ് അമ്മ തിരക്കിയതെന്ന് സൂരജിന് മനസ്സിലാകാതിരുന്നില്ല. ഏത് കുട്ടിയെ എങ്കിലും അയാൾ ചോദിച്ചു. പൊട്ടം കളിക്കില്ല സൂരജെ. ആ ഗാഥയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. വാർഡിൽ പോകുമ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. എന്താ അമ്മേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ. മനസ്സിലായി. അകലം സൂക്ഷിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാനല്ലേ? അയാൾ കളിയാക്കി. പോടാ. ആരുമായിട്ടും കൂട്ടാക്കുന്നതിൽ എനിക്കൊരു വിരോധമില്ല. അത് നിനക്കറിയാവുന്നതാണ്. പക്ഷെ പാടില്ലാത്ത ആഗ്രഹങ്ങളൊന്നും നിൻ്റെ മനസ്സിൽ കയറാതെ നോക്കണം. അതുപോലെ ഒരാൾക്കും ആവശ്യമില്ലാത്ത പ്രതീക്ഷയും കൊടുക്കരുത്. മനസ്സിലായില്ലേ? മനസ്സിലായി. നമ്മൾ ആരാണെന്ന് നമുക്കല്ലേ അറിയൂ. പുറമേ കാണുന്നൊന്നുമല്ല യഥാർത്ഥ ജീവിതമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ശരി വെച്ചോ, ഞാൻ നാളെ വിളിക്കാം. ഞാനിപ്പോൾ CDS ഓഫീസിലേക്ക് പോകാൻ തുടങ്ങാം. ശരി, നാളെ വിളിക്കാം. സൂരജ് ബാക്കി വന്ന ഭക്ഷണം കഴിച്ച് വേഗം തീർത്തു. അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അമ്മയുടെ പേടി അസ്ഥാനത്തുമല്ല. അന്ന് രാത്രി അയാൾ സർജറി വാർഡിൽ ചെന്നപ്പോൾ ഗാഥ ഉണ്ടായിരുന്നു അവിടെ. കൂട്ടുകാരികളെ ആരെയും കണ്ടില്ലല്ലോ, അയാൾ പറഞ്ഞു. അവർ ഡ്യൂട്ടി കഴിഞ്ഞു പോയി. എനിക്ക് മാത്രമാണ് ഇപ്പം നൈറ്റ്. അത് വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഒറ്റയ്ക്ക് പോവുകയും വരികയും ചെയ്യണ്ടേ? സേവ്യർ സാറിനെ കണ്ട് ഞാൻ പറയാം. നിങ്ങൾ 3 പേർക്ക് ഒന്നിച്ച് ഡ്യൂട്ടി ഇടാൻ, സൂരജ് പറഞ്ഞു. അസോസിയേറ്റ് പ്രൊഫസറാണ് ഡോക്ടർ തോമസ് സെർവിയർ. അവൾ പുഞ്ചിരിച്ചു. സൂരജിനെ തിരക്കുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ല. എന്താണ്? 5 മിനിറ്റ് ഇരിക്കെ. ഡ്യൂട്ടി റൂമിൽ കസേര നീക്കിയിട്ട് അവൾക്ക് അഭിമുഖമായിട്ട് അയാളിരുന്നു. ഇന്ന് സേതു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ടുപോയി ലഞ്ച് വാങ്ങി തന്നു. ഗാഥയുടെ സേതു അങ്കിളിനെ ഞാനിതുവരെ കണ്ടില്ലല്ലോ. സൂരജിനെക്കുറിച്ച് ഞാൻ അങ്കിളിനോടും പറഞ്ഞിട്ടുണ്ട്. വെള്ളയമ്പലം എന്ന സ്ഥലത്താണ് അങ്കിളിൻ്റെ പുതിയ ഓഫീസ്. സൂരജിനെ പരിചയപ്പെടാൻ അങ്കിളിന് ആഗ്രഹമുണ്ട്. നമുക്കൊരു ദിവസം പോയാലോ? അവൾ ചോദിച്ചു. അനന്ത, പോകാമല്ലോ. അങ്കിളിനെക്കുറിച്ച് ഞാൻ സൂരജിനോട് കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മയും അങ്കിളും എൻജിനീയറിംഗ് കോളേജിൽ വെച്ച് പഠിക്കുന്ന കാലത്ത് സ്നേഹത്തിലായിരുന്നു. ഇപ്പോഴും അതിനൊരു കുറവുമില്ല. രണ്ടുപേരും ഇപ്പോൾ ഫ്രീ അല്ലേ. അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റില്ലല്ലോ. ഒരു തെറ്റില്ല. അതൊരു നല്ല കാര്യമാണ്. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ആകാംക്ഷയോടെ സൂരജ് ചോദിച്ചു. ഉള്ളിൽ ആഗ്രഹം കാണുമെന്ന് തോന്നുന്നു, പക്ഷെ പുറത്തു പറയാൻ മടി കാണും. ഞാനിന്ന് രണ്ടും കൽപ്പിച്ച് അങ്കിളിനോട് ചോദിച്ചു, അമ്മയെ കല്യാണം കഴിക്കരുതോ എന്ന്. സൂരജ് വിസ്മയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അങ്കിൾ എന്ത് പറഞ്ഞു? ചാടിക്കയറി ഉത്തരം പറയാവുന്ന കാര്യമില്ലല്ലോ. കല്യാണം ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അതെ, അങ്ങനെയാണല്ലോ വേണ്ടത്. സെക്കൻഡ് മാരേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അങ്കിളിന് ഒരു മോളുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, ഡൽഹിയിലാണ് സ്കൂളിൽ പഠിക്കുന്നു. മോളുടെ ഇഷ്ടം കൂടി നോക്കണമല്ലോ. എൻ്റെ അമ്മ സേതു അങ്കിളിനെ കല്യാണം കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. സുരഭി ആൻറ്റി ഇപ്പോഴും ചെറുപ്പമാണ്. ഒരു ദാമ്പത്യ ജീവിതം ആൻറ്റി അർഹിക്കുന്നുമുണ്ട്, സൂരജ് പറഞ്ഞു. സൂരജിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മ എന്താണ്ട് വീണ്ടും വിവാഹിതയാകാഞ്ഞത്? അച്ഛൻ തിരിച്ചു വന്നെങ്കിലോ എന്ന പ്രതീക്ഷയാണോ? ഒരു നിമിഷം മറുപടിയൊന്നും പറയാതെ സൂരജ് ഇരുന്നു. അല്ല. പിന്നെ അയാൾ പറഞ്ഞു. താല്പര്യമില്ലായിരുന്നോ? അതോ വേറെ വല്ല തടസ്സവും ഉണ്ടായിരുന്നോ? അവൾ ചോദിച്ചു. ഒരു തടസ്സമില്ലായിരുന്നു. വേണ്ടെന്ന് വെച്ചിട്ടാണ്. അത് മകനൊരു സങ്കടവും അത് കാരണം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചതുകൊണ്ട്. അമ്മയെ വിവാഹം ചെയ്യാൻ തയ്യാറായിരുന്ന പലരും ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആലോചനകൾ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്, സൂരജ് പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല.
ഞാനിതുവരെ ഗാഥയോട് പറയാത്തൊരു രഹസ്യമുണ്ട്. എന്താണ്? രേഖാമൂലം അമ്മ വിവാഹിതയായിട്ടില്ല. ഒരു ചെറിയ അമ്പലത്തിൽ വെച്ച് 2 തുളസിമാല വാങ്ങി പരസ്പരം അണിയിച്ചാണ് അവർ വിവാഹിതരായത്. സാക്ഷി ദൈവം മാത്രം. വീട്ടുകാർക്ക് എതിർപ്പായിരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. സൂരജ് പറഞ്ഞത് കേട്ട് അവൾ അത്ഭുതത്തോടെ ഇരുന്നു. പക്ഷേ ആ ദാമ്പത്യം 2-3 മാസമേ നീണ്ടുന്നുള്ളൂ എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോഴേക്കും അച്ഛൻ നാട് വിട്ടു. അച്ഛൻ്റെ വീട്ടുകാർ കടത്തിക്കൊണ്ടുപോയതാണെന്നാണ് അമ്മയുടെ വിശ്വാസം. അച്ഛൻ പോകുമ്പോൾ അമ്മ ഗർഭിണിയായിരുന്നു. അച്ഛനത് അറിഞ്ഞില്ല. അമ്മയും പിന്നീടാണ് അറിഞ്ഞത്. ഗാഥയ്ക്ക് ഒരക്ഷരം പോലും ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഒരു ഫ്രണ്ട്സിനോടും ഇതൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഗാഥയോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ. അച്ഛനെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും അറിയാൻ കഴിഞ്ഞിട്ടില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, ആ കുടുംബം തന്നെ നാട് വിട്ടുപോയി. ആർക്കും അവരെക്കുറിച്ചൊരു വിവരമില്ല. അച്ഛൻ ഇപ്പോൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും, ഇങ്ങനെയൊരു മകനുണ്ടെന്നറിയാതെ. മറുപടിയായി സൂരജ് ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. അതൊരു വിളറിയ ചിരിയായിരുന്നു. സംസാരിച്ചിരുന്ന് നേരം പോയതറിഞ്ഞില്ല. സർജറി മെയിൻ വാർഡിലേക്ക് പോകണം. ഇനി നാളെ കാണാം. അയാൾ എഴുന്നേറ്റ് തിടുക്കത്തിൽ നടന്നുപോയി. അന്ന് രാത്രി മുഴുവൻ സൂരജിനെക്കുറിച്ചും അയാളുടെ അമ്മയെക്കുറിച്ചും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യനെക്കുറിച്ചുമാണ് ഗാഥ ചിന്തിച്ചത്. മകൻ ഡോക്ടറായി എന്നറിയാതെ ചിലപ്പോൾ ആ മനുഷ്യൻ മരിച്ചു മണ്ണടിഞ്ഞു കാണുമോ? മതി. അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും അന്വേഷിച്ച് വരാതിരിക്കുമോ? ഡ്യൂട്ടി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അവൾ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ധന്യയും റോഷ്നി ഉണ്ടായിരുന്നു. അവൾ ചെല്ലും മുമ്പേ സാധാരണ അവർ രണ്ടുപേരും ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാറുള്ളതാണ്. ഇന്ന് ലീവാണോ രണ്ടാളും? അവൾ ചോദിച്ചു. അല്ലടി, ഇന്നു മുതൽ ഞങ്ങൾക്കും നിൻ്റെ കൂടെ നൈറ്റാണ്. രാവിലെ സേവിയർ സാർ വിളിച്ചു പറഞ്ഞു. സൂരജ് പറഞ്ഞതുപോലെ വേഗം പ്രവർത്തിച്ചിരിക്കുന്നു. അവർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. ഗാഥ അവരോടൊപ്പം അത് കഴിച്ചു. അപ്പോഴാണ് കന്യാകുമാരി യാത്രയെക്കുറിച്ച് അവൾ പറഞ്ഞത്. നമുക്ക് പോകാം, അവിടെ അങ്കിളുണ്ടെങ്കിൽ പിന്നെ എന്ത് പേടിക്കാനാ? കേട്ടപ്പോൾ തന്നെ ധന്യ പറഞ്ഞു. അമ്മയോടൊന്ന് ചോദിക്കട്ടെ? ശരിയാ, സുരഭി ആൻറ്റി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതായിരിക്കും നല്ലത്, റോഷ്നി പറഞ്ഞു. ഗാഥ അവളുടെ റൂമിൽ ചെന്ന് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് സേതുമാധവൻ്റെ കോൾ വന്നത്. അവൾ വേഗം എഴുന്നേറ്റു. എന്തായിരിക്കും അങ്കിളിൻ്റെ മറുപടി? യെസ് എന്നായിരിക്കുമോ അതോ? ആൻസർ ബട്ടണിൽ വിരലമർത്തിയിട്ട് അവൾ ഉത്കണ്ഠയോടെ മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ചു. അധ്യായം 22. ഹലോ അങ്കിൾ, മൊബൈലിലേക്ക് ഗാഥ മൃദുവായി പറഞ്ഞു. മോൾ എവിടെയാണ്? ഹോസ്പിറ്റലാണെങ്കിൽ ഞാൻ പിന്നീട് വിളിക്കാം, സേതുമാധവൻ പറഞ്ഞു. ഞാൻ ഫ്ലാറ്റിലാണ്. ഇന്നലെ നൈറ്റായിരുന്നു, രാവിലെയാണ് വന്നത്. ഫ്രീ ആണോ എന്ന് എനിക്കറിയില്ല, അതാണ് ചോദിച്ചത്. ഗാഥയുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗം കൂടിക്കൊണ്ടേയിരുന്നു. സേതുമാധവൻ വിളിച്ചത് എന്തിനാണെന്ന് അവൾക്കറിയാമായിരുന്നു. അമ്മയെ വിവാഹം കഴിക്കാൻ സേതുവെങ്കിൽ തയ്യാറാണോ എന്ന് ഇപ്പോൾ അറിയാം. നമ്മൾ കണ്ടുപിരിയുമ്പോൾ മോൾ എന്നോടൊരു കാര്യം ചോദിച്ചില്ലേ? അക്കാര്യം മോൾ അമ്മയോട് സംസാരിച്ചോ? ഇല്ല. അങ്കിളിൻ്റെ മറുപടി കിട്ടിയിട്ട്, അതായത് അങ്കിളിൻ്റെ സമ്മതമാണെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ സമ്മതമെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. സുരഭി അതിന് താല്പര്യപ്പെടുമെന്ന് മോൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. അമ്മയ്ക്കത് ഇഷ്ടമാണ്. ജീവനാണ് അങ്കിളിനെ. അങ്കിളിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന സന്തോഷം ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്, അവൾ പറഞ്ഞു. പക്ഷെ ഒരു വിവാഹബന്ധത്തിലേക്ക് പോകാൻ തയ്യാറായില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൂടുന്നില്ലേ? ആഗ്രഹമുണ്ടെങ്കിലും ധാരാളം പേർ അതുകൊണ്ട് തന്നെ സെക്കൻഡ് മാരേജിന് ആലോചിക്കുക പോലും ചെയ്യാറില്ല, സേതുമാധവൻ പറഞ്ഞു. ശരിയായിരിക്കും. പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി അങ്കിളിൻ്റെ കാര്യത്തിൽ അമ്മ പിന്മാറുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം നിങ്ങളെ രണ്ടുപേരും പരസ്പരം അറിയുന്നവരാണ്. അപരിചിതനായ ഒരാളായിരുന്നെങ്കിൽ അമ്മ ഒരു 2ാം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യില്ല. സുരഭിയെ വിവാഹം ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അമ്മയോട് സംസാരിക്കൂ. ഞാൻ സമ്മതം അറിയിച്ചു എന്ന് പറയൂ. താങ്ക് യു അങ്കിൾ, താങ്ക് യു. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി അവൾക്ക്. മോൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മറുപടി പറയാൻ പറ്റുമായിരുന്നു. കാരണം ഞാനത് ആഗ്രഹിച്ചിരുന്നു. എങ്കിലും 2 പേരുടെ അഭിപ്രായം ചോദിച്ചിട്ട് മതിയെന്ന് വിചാരിച്ചാണ്. ആരാണ് ആ 2 പേര്? ഗാഥ ഉത്കണ്ഠയോട് ചോദിച്ചു. പർവീന്ദറും വൈശാഖിയും. 2 പേരും ഒരു തടസ്സവും പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്.
എന്തു പറയണമെന്നറിയില്ലായിരുന്നു ഗാഥയ്ക്ക്. സുരഭി എൻ്റെ പഴയ ക്ലാസ്മേറ്റാണ് എന്ന് മാത്രമേ അവരോട് പറഞ്ഞുള്ളൂ. വേറെന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ എത്രയും വേഗം അമ്മയോട് സംസാരിക്കാം, എന്നിട്ട് അങ്കിളിനെ വിവരം അറിയിക്കാം, അവൾ പറഞ്ഞു. എൻ്റെ സമ്മതം കിട്ടിയെന്ന് തൽക്കാലം പറയണ്ട. സുരഭിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, നിർബന്ധിക്കാൻ പാടില്ല. മനസ്സിലായി, ഞാൻ നിർബന്ധിക്കില്ല. ശരി, സൗകര്യം പോലെ വിളിക്കൂ. സേതുമാധവൻ കോൾ കട്ട് ചെയ്തു. ആരോടാണ് ഈ സന്തോഷ വാർത്ത ആദ്യം പറയേണ്ടത്? അമ്മയോടോ അതോ ധന്യയോടോ രോഷ്ണിയോടോ? ഫോണിൽ കൂടി അമ്മയോട് പറയുന്നത് ശരിയല്ല, നേരിൽ തന്നെ സംസാരിക്കണം. ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും അമ്മ അത് സമ്മതിച്ചു തരണമെന്നില്ല. ഈ സമയത്ത് അമ്മ ഒരു വിവാഹത്തിന് തയ്യാറാകണമെന്നുമില്ല. ഗാഥ എഴുന്നേറ്റ് മുറി തുറന്ന് പുറത്തേക്കിറങ്ങി. ലിവിങ് ഏരിയയിൽ ധന്യയും രോഷ്ണിയും ഉണ്ടായിരുന്നു. ടി വിയിൽ ഒരു ഹിന്ദി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. എന്താ, ഉറങ്ങുന്നില്ലേ? അവൾ ചെന്നപ്പോൾ ധന്യ ചോദിച്ചു. ഉറങ്ങാൻ കിടന്നതാ. അപ്പോഴാണ് സേതു അങ്കിളിൻ്റെ കോൾ വന്നത്. നമ്മുടെ ശ്രമം 50% വിജയം. അവൾ സെറ്റിയിൽ രോഷ്ണിയുടെ അടുത്തിരുന്നു. സമ്മതമാണോ അങ്കിളിന്? ആശ്ചര്യത്തോടെ ധന്യ ചോദിച്ചു. യെസ്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയിട്ട് വന്നപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് വിഷയം അവതരിപ്പിച്ച കാര്യം. മറുപടി പറയാൻ സമയം ചോദിച്ചത് എന്തിനാണെന്നറിയാമോ? ഗാഥ 2 കൂട്ടുകാരികളെയും മാറി മാറി നോക്കി. എന്തിനായിരുന്നു? മോളോടും മോളുടെ മമ്മയോടും ഇക്കാര്യം ഡിസ്കസ് ചെയ്യാൻ. അവർ രണ്ടുപേരും അനുകൂലമായ അഭിപ്രായമാണ് പറഞ്ഞത്. ഡിവേഴ്സായെങ്കിലും ആ സ്ത്രീയുമായി അങ്കിളിന് ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? അത്ഭുതത്തോടെ രോഷ്ണി ചോദിച്ചു. യെസ്, അവർ തമ്മിൽ പിണങ്ങിപ്പിരിഞ്ഞതല്ല. ഒന്നിച്ചൊരു ജീവിതം ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ പരസ്പരം സമ്മതത്തോടെ പിരിഞ്ഞതാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ സ്ത്രീക്ക് മറ്റൊരാളുമായി ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒന്നിച്ച് ജോലി ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ സ്വാഭാവികം. അത്തരം ചില ഇൻറ്റമസികൾ ആരുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിലത് വഷളാകുന്നത് വരെ കൊണ്ടുപോകുമെന്ന് മാത്രം, ധന്യ പറഞ്ഞു. നിൻ്റെ അമ്മയുടെ കാര്യം ഒരു പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളത് സംസാരിച്ച് ഏതാണ്ട് ഓക്കെ ആയതല്ലേ? അതെ, പക്ഷേ അമ്മയുടെ കാര്യത്തിൽ എനിക്കിപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല. അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് വിചാരിക്കും. കല്യാണപ്രായമുള്ള മകളുള്ള ഞാൻ കല്യാണം കഴിക്കുന്നത് നാണക്കേടെന്നൊക്കെയാണ് അമ്മ ചിന്തിക്കുക, ഗാഥ പറഞ്ഞു. പക്ഷെ സേതു അങ്കിളിന് ആൻറ്റിയെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയുമ്പോൾ എന്തായാലും ആൻറ്റി മറിച്ച് ചിന്തിക്കാതിരിക്കില്ല, അതെനിക്കുറപ്പാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, രോഷ്ണി പറഞ്ഞു. എന്താണ്? ഗാഥ ചോദിച്ചു. ആൻറ്റിക്ക് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഒരു ബ്രദറോ സിസ്റ്ററോ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കാർക്കെങ്കിലും മുൻകൈയെടുത്ത് കല്യാണം നടത്താമായിരുന്നു. വെറുതെ ചെന്ന് രജിസ്റ്റർ മാരേജ് നടത്തിയിട്ട് ഞങ്ങൾ ഇന്നലെ വിവാഹിതരായി എന്ന് പത്രത്തിൽ ഫോട്ടോ സഹിതം പരസ്യം കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തിനാ കല്യാണപത്രത്തിൽ പരസ്യം ചെയ്യുന്നത്? അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമല്ലേ? ധന്യ ചോദിച്ചു. അങ്ങനെയല്ലടി, 1000 പേരൊക്കെ കല്യാണത്തിന് ക്ഷണിക്കുന്നതും അവർക്ക് സദ്യ കൊടുക്കാനല്ല. അവരെ സാക്ഷിയാക്കി താലികെട്ട് നടത്തുന്നത് വധുവിനെയും വരനെയും ഭാര്യ ഭർത്താക്കന്മാരായി എല്ലാവരും അംഗീകരിക്കാൻ വേണ്ടിയാണ്. ആരും ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ ഹരിപ്പാട്ട് സുരഭി ആൻറ്റിയും സേതുവങ്കളും കൂടി ഒരു കടയിൽ സാധനം വാങ്ങാൻ കയറിയ പരിചയക്കാർ അവരെ തെറ്റിദ്ധരിക്കും. അവർ ഭാര്യയും ഭർത്താവുമല്ലെന്ന് അറിഞ്ഞില്ലെങ്കിൽ, രോഷ്ണി പറഞ്ഞു. അത് പ്രശ്നമില്ല. കല്യാണം കഴിഞ്ഞ് ബന്ധുക്കളെയും പരിചയക്കാരെയും ക്ഷണിച്ച് നമുക്കൊരു ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ കൊടുക്കാം. നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രോബ്ലം സുരഭി ആൻറ്റിയെ കൊണ്ട് യെസ് എന്ന് പറയിക്കുന്നതാണ്, ധന്യ പറഞ്ഞു. സാറ്റർഡേ ഞാൻ വീട്ടിലേക്ക് പോകും. അമ്മയോട് സംസാരിക്കാം, സമ്മതിപ്പിച്ചിട്ട് ഞാൻ വരും. ഗാഥ ഏറ്റു. എങ്കിൽ തൽക്കാലം നീ പോയി കിടന്നുറങ്ങ്. ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞതല്ലേ, രോഷ്ണി പറഞ്ഞു. ഗാഥ അവളുടെ മുറിയിൽ ചെന്ന് വാതിലടച്ച് ഉറങ്ങാൻ കിടന്നു. വാട്സപ്പിൽ ഗാഥ അയച്ചു കൊടുത്ത ഫോട്ടോ നോക്കി സുരഭി പുഞ്ചിരിയോടെയിരുന്നു. 2-3 ദിവസം മുമ്പ് അവൾ അമ്മയ്ക്ക് അയച്ചു കൊടുത്തൊരു സെൽഫിയായിരുന്നു അത്. ഏതോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഗാഥയും കൊണ്ട് സേതു പോയപ്പോൾ അവളെടുത്ത ഫോട്ടോ കണ്ടാൽ അച്ഛനും മകളുമാണെന്നേ പറയും. 2 പേർക്കും ഏതാണ്ട് ഒരു മുഖച്ഛായ. സേതുവിൻ്റെ മുഖത്ത് അഭിമാനമാണ്, ഗാഥയുടെ മുഖത്ത് ആഹ്ലാദവും. എത്ര തവണ ആ ഫോട്ടോ കണ്ടു എന്ന് സുരഭിക്ക് നിശ്ചയമില്ലായിരുന്നു. അത്രയ്ക്കും സന്തോഷം നൽകുന്നുണ്ടായിരുന്നു ആ ഫോട്ടോ. ചേച്ചി എന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നേ? മായ അടുത്തു വന്നു നിന്നത് അവൾ അറിഞ്ഞില്ല. അവൾ മുഖമുയർത്തി നോക്കി. ഗാഥമോളൊരു ഫോട്ടോ അയച്ചു തന്നു. അത് കണ്ടപ്പോൾ
ആ ഫോട്ടോ സുരഭി കാണിച്ചു കൊടുത്തു. നല്ല ഫോട്ടോ. മായയ്ക്കും അതിഷ്ടമായി. അച്ഛനും മോളുമാണെന്നേ കണ്ടാ തോന്നുന്നു. ഗാഥയുടെ അച്ഛനാകേണ്ടിരുന്ന ആളാണ് ഒരുപക്ഷെ സേതു, സുരഭി പറഞ്ഞു. ആ സാറ് പിന്നെ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. വന്നാൽ ഇവിടെയുള്ളവർ വാഴെടുക്കില്ലേ? അന്നാ സൂരജ് വന്നതിന് തന്നെ എന്തൊക്കെ പുകല ഉണ്ടായത്. സേതു എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഹരിപ്പാട്ട് ടൗണിൽ കൊണ്ടുവിട്ടപ്പോൾ തന്നെ ഇവിടെ വെടിവെട്ടി തുടങ്ങിയില്ലേ? വിജയ ചേച്ചി അതിനുശേഷം ഇത്തിരി അടങ്ങിയിട്ടുണ്ട്. ചേച്ചി നല്ലൊരു ഡോസ് കൊടുത്തില്ല അന്ന്. അതാവശ്യമായിരുന്നു. എന്തായിരുന്നു അതൊരു ഭാവം? കാരണവത്തിയായിരുന്നില്ലേ? എല്ലാവരും വരച്ച വരയിൽ നിർത്താനായിരുന്നു ഉദ്ദേശം, മായ പറഞ്ഞു. ഉപദേശിക്കാനോ നിയന്ത്രിക്കാനോ ഒരാളുള്ളത് നല്ലതാണ്. പക്ഷെ തലയിൽ കയറിയിരിക്കാൻ വന്ന ആരായാലും എടുത്ത് നിലത്ത് വയ്ക്കും. വൈകുന്നേരം ഓഫീസിൽ നിന്നും വന്ന് വിശ്രമിക്കുകയായിരുന്നു സുരഭി. ഇന്ന് മോള് വിളിച്ചോ ചേച്ചി? മായ ചോദിച്ചു. ഇല്ല, ചിലപ്പോൾ രാത്രിയിൽ വിളിക്കുമായിരിക്കും. അവളെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി, സുരഭി വിഷമത്തോടെ പറഞ്ഞു. ഒന്ന് വന്നിട്ട് പോകാൻ പറ, മായ പറഞ്ഞു. വിളിക്കട്ടെ. സുരഭി കുളി കഴിഞ്ഞ് വേഷം മാറി ഈറൻമുടി സീലിംഗ് ഫാനിൻ്റെ ചുവട്ടിൽ വന്നു നിന്നുണ്ട് ഉണക്കുമ്പോഴാണ് ഗാഥയുടെ വിളി വന്നത്. കോളെടുത്തപ്പോൾ തന്നെ സുരഭി ചോദിച്ചു, നിനക്ക് നിൻ്റെ അമ്മയെ കാണണമെന്നില്ലല്ലോ? അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്നെ കാണണമെന്നൊന്നുമില്ലല്ലോ അമ്മയ്ക്ക്? അവൾ തിരിച്ചും ചോദിച്ചു. അതിന് ഞാനങ്ങോട്ട് വരണോ? വേണ്ട, ഞാനങ്ങോട്ട് വരാം. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഈ ഉള്ളവിടെ പ്രതീക്ഷിക്കാം, ഗാഥ പറഞ്ഞു. അതെ ഭക്തേ, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നാം ചെവിക്കൊണ്ടിരിക്കുന്നു. അമ്മയും മകളും ചിരിച്ചു. സേതു അങ്കിൾ വിളിക്കാറുണ്ടോ? ഗാഥ ചോദിച്ചു. ഇല്ല, നിന്നെ വിളിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ വിളിക്കും. പുതിയ ഓഫീസ് കാണാൻ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. സൂരജിനെ പരിചയപ്പെടണമെന്നും പറഞ്ഞു. എങ്കിലും ഒരു ദിവസം പോകണം. അല്പനേരം കൂടി സംസാരിച്ച ശേഷമാണ് സുരഭി കോൾ കട്ട് ചെയ്തത്. പിറ്റേന്ന് അവൾ ഓഫീസിലിരിക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വിളി വന്നു. നാളെ തിരുവനന്തപുരത്തു നിന്നും സദാശിവൻ സാർ വരുന്നുണ്ട്. ഡിവിഷൻ ഓഫീസിൽ വെച്ച് 11 മണിക്കൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. സുരഭി അതിനു മുമ്പ് വരണം. സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ് സദാശിവൻ സാർ. ഒരു മാസമായതേ ഉള്ളൂ ചാർജ് എടുത്തിട്ട്. പുതിയ ആളായതുകൊണ്ട് എല്ലാ ജില്ലകളിലുള്ള ഓഫീസർമാരെ പരിചയപ്പെടാനും ഇൻസ്പെക്ഷൻ നടത്താനുള്ള വരവായിരിക്കും. ശരി സാർ, അവൾ പറഞ്ഞു. ഗസ്റ്റ് ഹൗസിലായിരിക്കും ലഞ്ച്. അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും. ഓക്കെ സാർ. പിറ്റേന്ന് രാവിലെ പതിവിലും നേരത്തെ സുരഭി വീട്ടിൽ നിന്നും ഇറങ്ങി. നാഷണൽ ഹൈവേയിൽ ട്രാഫിക് ഓരോ ദിവസവും കൂടി വരികയാണ്. നേരത്തെ പോയാൽ സമാധാനത്തോടെ ഡ്രൈവ് ചെയ്യാം. 10:30 മണിക്ക് മുമ്പ് അവൾ കളക്ട്രേറ്റിലുള്ള റോഡ്സിൻ്റെ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി. അവൾ ചെന്നപ്പോൾ ആലപ്പുഴ സബ് ഡിവിഷൻ ഓഫീസിലെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദർശന അവിടെ ഉണ്ടായിരുന്നു. അവളുടെ കൂട്ടുകാരിയായിരുന്നു ദർശന. ആലപ്പുഴ കോളേജിലെ പ്രൊഫസറായിരുന്നു ദർശനയുടെ ഭർത്താവ്. അവിടെ അമ്പലപ്പുഴയിലുള്ള വീട്ടിൽ സുരഭി പോയിട്ടുണ്ട്. മോളുടെ ഇൻറ്റേൺഷിപ്പ് കഴിയാറായില്ലേ? ദർശന ചോദിച്ചു. 2 മാസം കൂടി ഉണ്ട്, സുരഭി പറഞ്ഞു. PGക്ക് പോകാൻ പറയണം. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കും. വിടരുത്. ഇല്ല ദർശനെ, അവൾക്കിനി PG ആണ് നോട്ടം. നീറ്റ് എഴുതാനുള്ള കോച്ചിങ് ക്ലാസ്സിൽ ചേരും. ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞോട്ടെ. അപ്പോഴേക്കും സൂപ്രണ്ടിങ് എഞ്ചിനീയർ വന്നു. കൃത്യം 11-ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മുറിയിൽ മീറ്റിംഗ് തുടങ്ങി. മുടി മുഴുവൻ നരച്ചു കഴിഞ്ഞ വെളുത്തു മെലിഞ്ഞ ആളായിരുന്നു സൂപ്രണ്ടിങ് എഞ്ചിനീയർ സദാശിവൻ. നീണ്ട മൂക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഏതോ ആഢ്യ കുടുംബത്തിൽ പിറന്നവനാണെന്ന്. 3 അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും ഡിവിഷണൽ അക്കൗണ്ടൻറ്റും സൂപ്രണ്ടുമാരും ഒക്കെയുണ്ട് മീറ്റിങ്ങിൽ. സദാശിവൻ ഓരോരുത്തരെയും അവരുടെ കുടുംബവിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കി പരിചയപ്പെട്ടു. സഹൃദയനും നർമ്മബോധത്തിലുള്ള മേലുദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. മകൾ ഗാഥ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണെന്ന് അറിഞ്ഞപ്പോൾ സുരഭിയെ അദ്ദേഹം അഭിനന്ദിച്ചു. സൗഹൃദപരമായ മീറ്റിംഗ് 12:30 വരെ അത് നീണ്ടു നിന്നു. അതിനുശേഷം പല കാറുകളിലായിട്ട് അവർ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. ലഞ്ചിൻ്റെ സമയത്ത് സുരഭിയായിട്ട് സംസാരിക്കാൻ സദാശിവൻ കൂടുതൽ താല്പര്യം കാണിച്ചു. വൈഫ് തൈക്കാട് ജനറൽ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. 2 ആൺമക്കളാണ് എനിക്ക്. മൂത്തവൻ്റെ വിവാഹം കഴിഞ്ഞു. അവനും വൈഫും US-ലാണ്. ഇളയവന് ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ PG ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു. ഗാഥയ്ക്ക് വേണ്ടി ഇളയ മകനെ കല്യാണം ആലോചിക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ടോ എന്ന് സുരഭിക്ക് തോന്നാതിരുന്നില്ല. മോളെ കാണാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ വിളിക്കണമെന്നും വഴുതക്കാട്ടുള്ള വീട്ടിൽ വരണമെന്നും അവളോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. സൂപ്രണ്ടിൻ എഞ്ചിനീയറുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നുവെന്ന്
പിറ്റേന്നാണ് വ്യക്തമായത്. അന്ന് വൈകുന്നേരം അമ്പലപ്പുഴയിൽ നിന്നും ദർശന വിളിച്ചു. നാളെ രാവിലെ ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്, ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ. പോകുന്ന വഴി ഞാൻ സുരഭിയെ കാണാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. എന്താ ദർശന? സുരഭി ചോദിച്ചു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. 5 മിനിറ്റ് മതി, ഒഫീഷ്യലല്ല. അതിനെന്താ ദർശന? ദർശന വരൂ, ഞാനിവിടെ ഉണ്ടാവും, സുരഭി പറഞ്ഞു. എന്തിനായിരിക്കും ദർശന വരുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ഒന്ന് ഊഹിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. പുതിയ പുതിയ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ നോവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. നാളെ നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് കണ്ടുമുട്ടണം. എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.